ഇത് വ്യക്തമാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. കമലേഷ്, SFI പ്രവർത്തകർ, നമുക്കറിയാം കമലേഷ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്, അതായത് ഈ എത്രയൊക്കെ സുരക്ഷ ഒരുക്കിയാലും പിന്മാറില്ല. ഗവർണർക്കെതിരായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള അത്തരത്തിൽ പ്രതിഷേധം തുടരുമെന്ന് ആർഷോ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നിലവിൽ എങ്ങനെയാണ് SFIയുടെ ഒരു പ്രതികരണം വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്? ഭദ്ര, കൂടുതൽ രൂക്ഷമായ പ്രതിഷേധത്തിലേക്ക്, സമരപരിപാടികളിലേക്ക് SFI കടക്കുമെന്ന് തന്നെയാണ് കുറച്ച് അല്പനേരം മുൻപ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഗവർണർക്ക് ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് വേണ്ടി ഗവർണർ അല്പസമയത്തിനകം ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിപാടിക്ക് എത്തുന്ന വേളയിൽ ഗവർണർക്ക് എതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്താനുള്ളൊരു ഒരുക്കത്തിലാണ് SFI പ്രവർത്തകരുള്ളത്. ഏതായാലും ഇവിടെ ഗവർണറെ കാത്തു തന്നെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഈ വിഷയം കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇനി ഗവർണർ സാക്ഷിയാകും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് SFI നേരത്തെ നൽകിയിട്ടുള്ളത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സമാധാനപരമായാണ് കൊല്ലത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം SFI സംഘടിപ്പിച്ചത്. പക്ഷേ തന്നെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ്, മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയുള്ള ഒരു ഇടപെടലാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന പരാമർശമാണ്, അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവനയാണ് SFI നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ CRPFന്റെ Z+ കാറ്റഗറി സുരക്ഷ അടക്കം ഗവർണർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഗവർണറുടെ പൂർണ്ണമായ സുരക്ഷാ ചുമതല, വാഹന വ്യൂഹത്തിന്റെ അടക്കം സുരക്ഷാ ചുമതല ഇനി CRPFന്റെ നേതൃത്വത്തിലായിരിക്കും. പക്ഷേ അത്തരത്തിൽ കേന്ദ്ര സേനയെ ഇറക്കിയാൽ പോലും ഭയമില്ല, പിന്നോട്ട് പോകാനില്ല, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് SFI നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി ഇനിയിപ്പോൾ രാജ്ഭവന്റെയും അതുപോലെ തന്നെ ഗവർണറുടെയും സുരക്ഷാ ചുമതല CRPFനായിരിക്കും. Z+ കാറ്റഗറിയാണ്. അതോടുകൂടി ബുള്ളറ്റ് പ്രൂഫ് വാഹനമടക്കം അദ്ദേഹത്തിന് അനുവദിക്കപ്പെടും. വാഹന വ്യൂഹത്തിന്റെ മുഴുവൻ നിയന്ത്രണവും CRPF ഏറ്റെടുക്കും. പോലീസും ഒപ്പമുണ്ടാകും. ആ നിലയിലാണ് ഇനി അദ്ദേഹത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾ വരിക. ഈ കൊല്ലത്ത് നടന്ന സംഭവത്തിനൊടുവിൽ വലിയ നിലയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം അവിടെ കുത്തിയിരുന്ന്, അല്ലെങ്കിൽ അവിടെ ഒരു കടത്തിണ്ണയിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ അടക്കം നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം Z+ കാറ്റഗറി സുരക്ഷ ഗവർണർക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ഗവർണർ തന്നെയാണ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇത് പങ്കുവച്ചിട്ടുള്ളത് എന്നതാണ്. ആ നിലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അത്തരത്തിൽ SFI പറയുന്നത് വലിയ തരത്തിൽ ഇനി കേന്ദ്രസേന ഇറങ്ങിയാൽ പോലും, ഈ സമരങ്ങളെയാകെ ആ തരത്തിൽ കേന്ദ്രസേനയെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ പോലും കൂടുതൽ രൂക്ഷമായ സമരങ്ങളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്ക് SFI കടക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും SFIയും നേരത്തെ തന്നെ SFIയും ഗവർണറും തമ്മിലുള്ള ഒരു പോര്, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ SFI നേരത്തെ തന്നെ ഗവർണർക്കെതിരെ ഉയർത്തിയിരുന്നു. ഈ സർവകലാശാലകളിൽ അനർഹരായ ABVP പ്രവർത്തകരെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരെ തിരികെ കയറ്റാൻ ഗവർണർ ശ്രമിച്ചു. കോടതി ഇടപെട്ട് അത് തടയുകയും ചെയ്തു. ആ വിഷയം ഉയർത്തി തന്നെയാണ് SFI വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് SFI മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വിവിധ ഇടങ്ങളിലെല്ലാം ഗവർണർക്ക് വലിയ തരത്തിൽ കരിങ്കൊടി പ്രതിഷേധത്തിന് ഗവർണർ സാക്ഷിയാകേണ്ടി വരുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധം മുന്നോട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് SFI പറയുന്നത്. അല്പസമയത്തിനകം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ഗവർണർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ RTIയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടക്കുന്നുണ്ട്. രാവിലെ മുഖ്യമന്ത്രി ഈ വേദിയിലെത്തി ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇനി ഗവർണറാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമാപന സമ്മേളനത്തിനായി അല്പസമയത്തിനകം ഗവർണർ ഈ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം SFI ഇവിടെ ഉയർത്താൻ സാധ്യതയുണ്ട്. കരിങ്കൊടി പ്രതിഷേധത്തിനടക്കം ഇവിടെ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. അതിന്റെ ഭാഗമായാണ് വലിയ സുരക്ഷ ഇവിടെയും പോലീസ് അടക്കം ഗവർണർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ കാത്തുനിൽക്കുന്നുണ്ട്. SFI പ്രവർത്തകർ ചിലയിടങ്ങളിലെല്ലാം SFI പ്രവർത്തകരുമുണ്ട്. ഏതൊക്കെ നിലയിലായിരിക്കും പ്രതിഷേധം വരിക, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അല്പസമയത്തിനകം ഗവർണർ ഇവിടെ എത്തിച്ചേരും. ഭദ്ര, കമലേഷ്, ഈ SFI പ്രവർത്തകരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് നമുക്കറിയാം, കാലാകാലങ്ങളായി വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെയായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പരിരക്ഷയുടെ അല്ലെങ്കിൽ ഒരു സുരക്ഷ ഏർപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? കാരണം രാജ്യത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ SPG കഴിഞ്ഞാൽ അടുത്ത ഒരു സുരക്ഷാ പരിരക്ഷ എന്ന് പറയുന്നത് ഈ ഇവരുടേതാണ്. മാത്രമല്ല, ഈ വരുന്ന കൂട്ടത്തിൽ 55ഓളം മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും, അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യമുണ്ടോ നിലവിൽ ഗവർണർക്ക്?
ഭദ്ര, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഈ SPG സുരക്ഷ കഴിഞ്ഞാൽ രണ്ടാമത്തെ സുരക്ഷാ ക്രമീകരണമാണ്, സുരക്ഷാ കാറ്റഗറിയാണ് Z+ എന്ന് പറയുന്നത്. ആ നിലയിൽ ഒരു സംസ്ഥാനത്തെ ഗവർണർ, അത് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ ഗവർണറിന് അങ്ങനെ ഒരു സുരക്ഷാ ക്രമീകരണം ആവശ്യമുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഗവർണർ ആവശ്യപ്പെടുകയാണ്, തനിക്കെതിരെ വലിയ ആക്രമണം നടക്കുന്നു, തെരുവുകളിൽ തനിക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നു, തനിക്ക് സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്നില്ല, സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം ഗവർണർ നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് അദ്ദേഹം തെളിവായി കാണിക്കുന്നത് ഇത്തരത്തിലുള്ള SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങളാണ്. ആ പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഗവർണർ. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഗവർണർമാർ ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങളെ ഈ നിലയിൽ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും SFI അടക്കം ആക്ഷേപിക്കുന്നത് ഇത് ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അതായത് SFI നടത്തുന്ന സമാധാനപരമായ സമരങ്ങളെ പോലും അക്രമ സമരങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ട് തനിക്കെതിരെ സംസ്ഥാനത്ത് കേരളത്തിൽ വലിയ അതിക്രമം നടക്കുന്നു, വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് തീർച്ചയായും കമലേഷ്, വ്യക്തമാണ്. ഇപ്പോൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഗവർണർക്ക് CRPF സുരക്ഷയൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. ഗവർണർക്കൊപ്പം തന്നെ രാജ്ഭവനും ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ഗവർണർ തന്നെയാണ് തന്റെ ട്വിറ്ററിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വിവരങ്ങളുമായി ജോൺ ലോറൻസും ഡെസ്കിൽ നിന്നും ചേർന്നിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.